ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എയുടെ സ്ഥിതി എന്തായി എന്ന് നേരത്തെയും മറ്റു ചില ആളുകളൊക്കെ ചോദിച്ചു. നമുക്കതറിയാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അനൂപാണുള്ളത് കൽപ്പറ്റയിൽ നിന്ന്. അനൂപിനെയും പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. കാരണം ഈ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത മാധ്യമങ്ങൾ തമസ്കരിക്കുകയും വലിയ പ്രാധാന്യമില്ലാതെയും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ കേരളത്തിലൊരു എം.എൽ.എ ആണ് ഈ വിധം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ മരണം, സഹപ്രവർത്തകൻ്റെ മകനെ സഹപ്രവർത്തകൻ തന്നെ എൻ.എം. വിജയൻ എന്ന DCC ട്രഷറർ വിഷം കെടുത്ത് കൊല്ലപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹം ജീവനൊടുക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് വരുന്നു. ആത്മഹത്യാക്കുറിപ്പും അനൂപാണ് കൈരളി ന്യൂസിന് വേണ്ടി പുറത്തു കൊണ്ടുവന്നത്. ആ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. വലിയ തോതിൽ ആ വിഷയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. കൈരളി ന്യൂസാണ് അതിന് പിന്നിൽ. ഓരോ ദിവസവും അതിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ, ഇന്നലെ അടക്കം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അനൂപ് തന്നെ വയനാട് ബ്യൂറോയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് നൽകിയിരുന്നു. അതായത് വയനാട്ടിലെ രണ്ട് മുൻ MP-യുടെയും ഇപ്പോഴത്തെ MP-യുടെയും ഓഫീസ് അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നത് വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാം അവർക്ക് എന്ന നിലയിൽ. ഇങ്ങനത്തെ ഒരു സാഹചര്യമെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് ഇതിന് വേണ്ട ഗൗരവം കൊടുക്കാതിരിക്കുമ്പോഴാണ് ജാഗ്രതയോടെ ഞങ്ങൾ ഇതേക്കുറിച്ച് പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അബ്ദുൽ ജലീൽ അടക്കമുള്ളവരൊക്കെ കാത്തിരിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അനൂപ് രാവിലെ പോകട്ടെ. അനൂപ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അനൂപിന് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞാൻ ഇന്നലെ ഓർക്കുന്നുണ്ട്, ഇന്നലെ രാവിലെ ഐ.സി. ബാലകൃഷ്ണൻ വരുന്നു, ചോദ്യം ചെയ്യലിന് വിധേയനായ അകത്തു പോകുന്നു, അവിടെ നിന്ന് ലൈവ് തരുന്നു. അതങ്ങോട്ട് തീർന്ന് അവിടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമ്പോൾ 11 മണിക്ക് കടുവയുടെ ആക്രമണം. നേരെ അനൂപ് അവിടെ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നു. മാനന്തവാടിയിൽ ചക്കരക്കൊല്ലിയിലെത്തുന്നു. അവിടെ നിന്ന് ലൈവും കാര്യങ്ങളും വാർത്തയുമായി എത്തുന്നു. അങ്ങനെ തിരക്കുപിടിച്ചൊരു സമയമാണ് വയനാടിനെ സംബന്ധിച്ച്. ഏതായാലും അനൂപിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ഏതായാലും അനൂപ് രാവിലെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഐ.സി. ബാലകൃഷ്ണന്റെ കേസാണല്ലേ? അതെ അതെ അതെ. എന്താണ് അതിന്റെ സ്ഥിതി? ഐ.സി. ബാലകൃഷ്ണൻ M.L.A ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ക്രൈംബ്രാഞ്ച് പോലീസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഉൾപ്പെടെയുള്ള ക്രൈംബ്രാഞ്ച് സംയുക്ത സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം കേണിച്ചിറയില് ഈ M.L.A ആയതിനു ശേഷം, അദ്ദേഹത്തിന്റെ വീട് മാനന്തവാടിയാണ് ഐ.സി. ബാലകൃഷ്ണന്റെ, അദ്ദേഹത്തിന് ഈ M.L.A ആയതിനു ശേഷം കേണിച്ചിറയിൽ ഒരു വീടെടുത്തിട്ടുണ്ട്. കേണിച്ചിറയിൽ വീട്ടിലെത്തിച്ചാണ് ഈ സുപ്രധാനമായ പരിശോധന അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടത്തിയത്. 1 മണിവരെ, രാവിലെ 10:10 അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി. പിന്നീട് ഒരു 1 മണിയോടുകൂടി ഈ പോലീസ് ഹെഡ്ക്വാർട്ടർ ക്യാമ്പുണ്ട് കൽപ്പറ്റ പുത്തൂർവയലിൽ, അവിടെയാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷം 1 മണിയോട് കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് അന്വേഷണ സംഘം അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ഏതാണ്ട് ഒരു 2 മണി വരെ അവിടെ തന്നെ പരിശോധന തുടർന്നു. വിവിധ രേഖകൾ, ഈ കേസിനാസ്പദമായി പോലീസ് സഹായകമാവുന്ന വിവിധ രേഖകൾ പോലീസ് അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഏതായാലും ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് വിവരം. ഈ M.L.A ഒരു ശുപാർശ കത്ത് നൽകിയിരുന്നു. M.L.A എന്ന നിലയിൽ അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് പൊതുവിൽ ആരോപണം വരുന്ന ഒരു സംഭവമായിരുന്നു അത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ഈ N.M. വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ തനിക്ക് വലിയ മാനസിക ആഘാതം ഉണ്ടാക്കി എന്ന് അടയാളപ്പെടുത്തിയ എഴുതി വെച്ച ആ കുറിപ്പിലെ ഒരു പരാമർശമുണ്ട്. N.M. വിജയന്റെ ഭിന്നശേഷിക്കാരനായ മകനെ ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട് തൽസ്ഥാനത്ത് മറ്റൊരാളെ നിയമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം M.L.A ഐ.സി. ബാലകൃഷ്ണൻ ഇടപെടൽ നടത്തുകയും ഒരു ശുപാർശ കത്ത് അന്നത്തെ ബാങ്കിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ സണ്ണി ജോർജിന് നൽകിയ ഒരു വിവരമുണ്ടായിരുന്നു. ആ വിവരം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലും മറ്റുമാണ് ഇന്നലെ പ്രധാനമായി നടന്നത്. M.L.A ഓഫീസിൽ നിന്ന് ഈ M.L.A ഓഫീസിൽ ലെറ്റർ പാഡിന്റെ ചില പകർപ്പുകൾ ഉൾപ്പെടെ പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ വിധത്തിൽ ഐ.സി. ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് ഇന്നലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. അദ്ദേഹത്തിന്റെ M.L.A ഓഫീസിൽ റെയ്ഡ് നടത്തുമെന്നൊരു വിവരം നമുക്കുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് എത്തുമെന്ന് നാം പ്രതീക്ഷിച്ചില്ല. ഏതായാലും വയനാട്ടിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസ് ഒരു ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡ് നടത്തിയിരിക്കുകയാണ്, പരിശോധന നടത്തിയിരിക്കുകയാണ്. ഈ സാധാരണ ഇപ്പോൾ ഈ കേസുകളിലൊക്കെ പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തുന്ന ഒരു രീതിയുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഉപാധികളോടെ ഐ.സി. ബാലകൃഷ്ണന് മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നു. അത്തരമൊരു ഘട്ടത്തിൽ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെയും കൂട്ടി പ്രതിയുടെ M.L.A വീട്ടിലെത്തി അവിടെ നിന്ന് തെളിവെടുക്കുക, രേഖകൾ കണ്ടെടുക്കുക, ഈ മൊഴിയും വന്നിട്ടുള്ള പരാതിയും ഇതെല്ലാം കൂട്ടി ചേർത്ത് പരിശോധിച്ച് അതിനാധാരമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുമോ? ആ നിലയിലുള്ളൊരു തെളിവെടുപ്പായിരുന്നോ ഇന്നലെ നടന്നത്? അതെ, തെളിവ് ശേഖരണമായിരുന്നു നടത്തിയത്. പ്രധാനമായും
ഈ കേസുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്താക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പണമിടപാടുകൾ മാത്രമല്ല, അനുബന്ധ ശുപാർശ കത്തുകൾ, അതിന് ഈ അർബൻ ബാങ്കിലെ നിയമനത്തിനായി ഇടപെട്ട അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ലിസ്റ്റ് അന്നത്തെ ബാങ്ക് ചെയർമാൻ നൽകി എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിന് അനുബന്ധമായുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവിധ മൊഴികളുണ്ട്. പ്രത്യേകിച്ച് ഇതിനകം തന്നെ ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവരുടെ മൊഴികൾ, അതോടൊപ്പം ഈ കേസിൽ 2ഉം 3ഉം പ്രതികളായിരുന്ന DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും അതോടൊപ്പം KK ഗോപിനാഥന്റെയും കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥന്റെയും മൊഴികളുണ്ട്. KK ഗോപിനാഥന്റെ വീട് ഈ സമയബന്ധിത കസ്റ്റഡിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന വേളയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ച രേഖകൾ, അദ്ദേഹം സ്വമേധയാ സമർപ്പിച്ച ചില രേഖകൾ, ഇവയെല്ലാം ഈ കേസിന് അനുബന്ധമായുണ്ട്. അത് മുൻനിർത്തിയുള്ള ചോദ്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും IC ബാലകൃഷ്ണന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. അതിൽ ഈ 2ഉം 3ഉം പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഡോക്ടർ സണ്ണി ജോർജിനെയും പോലീസ് സംഘം ചോദ്യം ചെയ്തിരുന്നു. സണ്ണി ജോർജ് ബാങ്ക് ചെയർമാനായിരുന്ന ഒരു കാലത്താണ് ഈ ശുപാർശയും അനുബന്ധ ലിസ്റ്റുമെല്ലാം ആ വിധത്തിൽ ആ സമ്മർദ്ദം ആ നിയമനങ്ങൾക്കായി അവിടെ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലും ഈ കേസിൽ അനിവാര്യമായിരുന്നു. അതെ, അങ്ങനെ ഒരു സമ്മർദ്ദം, അതായത് സണ്ണി ജോർജ്, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, അത് മാറ്റമുണ്ടെങ്കിൽ തിരുത്താം. അതായത് സണ്ണി ജോർജിന് മേൽ ഒരു ലിസ്റ്റ് കൊടുത്ത് അതിനനുസരിച്ച് നിയമനം നടത്താൻ DCCയിൽ നിന്ന് DCC പ്രസിഡന്റായിട്ട് IC ബാലകൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു സമ്മർദ്ദം വന്നു. പക്ഷേ അതിന് അദ്ദേഹം വഴങ്ങിയില്ല. അതേ തുടർന്ന് വന്നിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്. അദ്ദേഹത്തെ മാറ്റുകയും അദ്ദേഹത്തിന് ആ പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആത്മഹത്യാ കുറിപ്പിൽ NM വിജയൻ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് സ്പഷ്ടമായി IC ബാലകൃഷ്ണൻ്റെ പേരുണ്ട്. അത് വെറുതെ എഴുതി വെക്കുകയല്ല. ഇടപാടുകളിലൂടെ എങ്ങനെയാണ് പണം അവിടേക്ക് പോയത്, പിന്നീട് എങ്ങനെയാണ് കൈയൊഴിഞ്ഞത്, ഈ ഇടപാടിൻ്റെ എല്ലാം ബാധ്യത വിജയൻ്റെ തലയിലാകുന്ന നില വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും തകരാൻ പോകുന്നു. ജീവിച്ചിരുന്നു കൊണ്ട് പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാനോ മോശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന നിലപാടാണ് വിജയൻ സ്വീകരിച്ചത്. അതിനുശേഷം ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ സർ എന്ന് പറഞ്ഞുകൊണ്ടാണ് K സുധാകരൻ ആ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അതിലാണ് കേരളത്തിലെ ഒരു MLA കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ്റെ പേര് വന്നിട്ടുള്ളത്. ഈ ഗുരുതരമായ സാഹചര്യത്തെ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഏതു വിധത്തിൽ മറികടക്കാനാണ്, മൊഴികളിലൂടെ മറുപടികളിലൂടെ മറികടക്കാനാണ് ബാലകൃഷ്ണൻ ഈ ചോദ്യം ചെയ്യലിൽ ശ്രമിച്ചിട്ടുള്ളത്? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ശുപാർശ കത്തെല്ലാം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പലതിനും അറിയില്ല എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിൽ ശുപാർശ കത്തിലെ ഒപ്പ് കാണിച്ച് ഇതിന് സമാനമായ, അതായത് ഈ ശുപാർശ കത്ത് അന്നത്തെ MLAയുടെ ഒരു ലെറ്റർ പാഡ് ഉണ്ട്, ഈ ലെറ്റർ പാഡും ഈ ശുപാർശ കത്തുമായി താരതമ്യം ചെയ്ത് ഒപ്പും ഉൾപ്പെടെ കാണിച്ച് അത് ചോദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ശുപാർശ കത്ത് നൽകിയതായി ഓർക്കുന്നു എന്നൊരു പരാമർശം നടത്തുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ശുപാർശ കത്ത് അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ മാത്രമാണ് ഒരു അനുകൂലമായ മറുപടി ഇതിൽ IC ബാലകൃഷ്ണൻ നൽകിയത്. എന്നാൽ പലപ്പോഴും മറ്റു പല സംഭവങ്ങൾ, പണമിടപാടുകളെ സംബന്ധിച്ചെല്ലാം ചോദിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യഘട്ടത്തിലെല്ലാം അദ്ദേഹം ഈ പ്രാഥമികമായ ചോദ്യങ്ങളോട് അദ്ദേഹം ഒരു സഹകരിക്കുന്ന മനോഭാവം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ അതായത് ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ, ഈ പണമിടപാട്, അതോടൊപ്പം ഈ IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസ് മുഖേന നടത്തിയ അനീഷ് ജോസഫ് എന്നയാളുടെ ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയ ചില ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ, മൊഴികളെല്ലാം താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലെല്ലാം യഥാർത്ഥത്തിൽ അദ്ദേഹം പതറി എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ. ഏതായാലും ക്രൈംബ്രാഞ്ച് സൂക്ഷ്മമായി ഇക്കാര്യത്തിൽ, സംയുക്ത സംഘമാണെങ്കിലും ക്രൈംബ്രാഞ്ച് ഒരു മേഖലയാണ് അന്വേഷിക്കുന്നത്. അതായത് ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ചോദ്യങ്ങളോടാണ് അദ്ദേഹം ഈ വിധത്തിൽ ഒരു നിസ്സഹകരണം പുലർത്തുന്നത്. ഏതായാലും ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങളുടെ തന്നെ ഒരു തുടർച്ചയായിരിക്കും ഇന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ KK ഗോപിനാഥൻ എന്ന മുൻ കോൺഗ്രസ് നേതാവ്, പഴയ ഗ്രാമീണ ബാങ്കിലെ, ബത്തേരി ഗ്രാമവികസന ബാങ്കിലെ പ്രസിഡന്റ് എല്ലാമായിരുന്ന അയാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ചില സുപ്രധാനമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അനുബന്ധ രേഖകളും സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിലാണ് ഏറെ നേരം അന്വേഷണ സംഘം IC ബാലകൃഷ്ണൻ ചോദ്യം ചെയ്തത്. ഇന്നും ആ ചോദ്യങ്ങളുടെ തുടർച്ചയായിരിക്കും ഉണ്ടാവുക. ഇതിൽ രണ്ട് ഭാഗമാണ് അനൂപ് സൂചിപ്പിച്ചതിൽ രണ്ട് ഭാഗമാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് 2 ദുരൂഹ മരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അവരെ ആ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്ക്, അതിൻ്റെ കണക്ഷൻ, അതിലെ ബന്ധം, ഇതെല്ലാം അവർ തന്നെ അവരുടെ ആ ആത്മഹത്യാക്കുറിപ്പിലും വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും ഒക്കെ പറയുന്ന ആ ഭാഗം, അത് ഒരു പ്രധാനപ്പെട്ട കേസ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ മേഖലയെ മുൻനിർത്തി, സഹകരണ മേഖലയിലെ ചില ബാങ്കുകൾ തങ്ങൾ ഭരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ ബാങ്കുകൾ മുൻനിർത്തി നടപ്പാക്കാൻ ശ്രമിച്ച, ആസൂത്രണം ചെയ്ത നിയമന തട്ടിപ്പ്, ഒരുപാട് ആളുകളിൽ നിന്ന് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ പിരിച്ചെടുക്കുക, അങ്ങനെ കോടികളുടെ ഒരു കളക്ഷൻ നടത്തുക, പക്ഷേ പലർക്കും ജോലി കിട്ടാതെ വരുന്നു.
അവർ വഞ്ചിതരാകുന്നു, അവർ പരാതിക്കാരാകുന്നു, ആ പരാതി വേറെ, ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി. ഇതിനിടയിലാണ് അനൂപ് ഇന്നലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അനൂപ് ഇന്നലത്തെ വാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻപ് രാഹുൽ ഗാന്ധി MP ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫ് അംഗം, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫ് അംഗം, ഇവർ ഈ രണ്ടു പേരുടെ പേരുകൾ കൂടി ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. ഇത് പലതും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൊടുത്ത ഒരാൾ ബിജു എന്നോ മറ്റോ ആണ് പേര്, അദ്ദേഹം IC ബാലകൃഷ്ണൻ്റെ ഓഫീസിലൊക്കെ പോയി നിരന്തരം ബഹളം വെച്ചപ്പോൾ ആ പണം തിരിച്ചു കിട്ടുന്ന നില വന്നു. ഇവരുടെയൊക്കെ അറിവ് ഈ നേതാക്കളുടെ ഓഫീസുകളുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അതിലൊരാൾ മുൻപ് DCC ഓഫീസിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്ത കേസിലെ പ്രതിയാണെന്നാണ് ഇന്നലത്തെ വാർത്തകളുള്ളതെന്ന് തോന്നുന്നു. അതിൻ്റെ വിശദാംശങ്ങളും അനൂപിന് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളും അല്ലെങ്കിൽ ആ ബന്ധമുള്ളവർ, ഈ ഇടനില നിൽക്കുന്നത്, വിവരങ്ങൾ അറിയുന്നവരെയും ഒക്കെയാണോ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഓഫീസ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ള പ്രധാന ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ ഉയരുന്നുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ എന്താണ്? അതുകൂടി മനസ്സിലാക്കുന്ന അന്വേഷണ സംഘം, പ്രത്യേകിച്ച് വിജിലൻസ്, ഏത് നിലയിലാണ് നീങ്ങുന്നത്? അതെ, അത് പറഞ്ഞതോടൊപ്പം അതിനനുബന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞതിന് അനുബന്ധമായ ചില കാര്യങ്ങൾ, അതായത് IC ബാലകൃഷ്ണന്റെ സമയബന്ധിത കസ്റ്റഡി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഇതേ രീതിയിൽ തന്നെ തുടരും, രാവിലെ മുതൽ വൈകിട്ട് വരെ. ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. KK ഗോപിനാഥനെയും ND അപ്പച്ചനെയും ഈ വിധത്തിൽ 3-ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്ത്, മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ഏതായാലും IC ബാലകൃഷ്ണൻ അറസ്റ്റ് ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ് ഒരു വിവരം. ഇപ്പോൾ പറഞ്ഞ കാര്യം, ഈ MP-യുടെ ഓഫീസിലെ 2 ആളുകൾക്ക് ഈ കാര്യങ്ങളുമായി, പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ MP-യുടെ ഓഫീസിന് അറിവുള്ളതായിരുന്നു ഈ പണമിടപാടുകൾ എന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന്റെ അടിസ്ഥാന ആത്മഹത്യാക്കുറിപ്പിൽ NM വിജയൻ പേരെഴുതി വെച്ച് പരാമർശിച്ച ഒരു സംഭവമായിരുന്നു ഈ തൊടുവെട്ടി ബിജുവിൻ്റെത്. അദ്ദേഹത്തിന് പണം നൽകാനുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ പണം കണ്ടെത്തിയത് കൽപ്പറ്റയിലുള്ള MP ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങൾ, NGO അസോസിയേഷൻ നേതാക്കളാണ്. അതിലൊരാൾ രാഹുൽ ഗാന്ധി MP-യുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് ഈ രതീഷ് കുമാർ. ഈ രതീഷ് കുമാറിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഈട് വെച്ചാണ് ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് പണമെടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആ വിധത്തിലുള്ള രേഖകളെല്ലാം പുറത്തു വന്നിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഇപ്പോൾ ഈ കേസിൽ സുപ്രധാനമായ ഒരു അന്വേഷണം നടത്തുന്ന വിജിലൻസ് ആണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പണമിടപാടുകൾ സംബന്ധിച്ച ബത്തേരി നിയമന അഴിമതി സംബന്ധിച്ചാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. വിജിലൻസ് അന്വേഷണ സംഘമാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഇവർ രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്. ഒരാൾ ഡെപ്യൂട്ടേഷനിൽ MP-യുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ശരി, ഏതായാലും വളരെ സുപ്രധാനമായ വിവരങ്ങൾ, അങ്ങനെ നിരന്തരം ദിവസം പ്രതി പുതിയ വിവരങ്ങൾ, തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അല്ലെങ്കിൽ 2 മനുഷ്യരെ ആത്മഹത്യയിലേക്കും ജീവൻ ഒടുക്കുന്നതിലേക്കും ഒക്കെ തള്ളിവിട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പങ്കാളിത്തം, ഇതെല്ലാം അന്വേഷണത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് IC ബാലകൃഷ്ണൻ MLA, ആ കേസിലെ 1-ാം പ്രതിയാണ്, ഇന്നും ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പോകുന്നത്. അതുപോലെ തന്നെ വയനാട് MP-യുടെ ഓഫീസ് സ്റ്റാഫ് അംഗമടക്കമുള്ളവരുടെ മൊഴിയെടുത്ത് മുന്നോട്ട് പോകുന്ന വിജിലൻസ് നടപടികൾ മറുഭാഗത്ത്, ഇതൊക്കെ തന്നെയാണ് സമഗ്രമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ ഇപ്പോൾ അനൂപ് വയനാട്ടിൽ നിന്ന് നൽകിയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്.